പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഡൽഹിയും കൊണാട്ട് പ്ലേസിലാണ് ഡൽഹിയിൽ പ്രധാനമായും ഈ ആഘോഷ പരിപാടികളെല്ലാം തന്നെ നടക്കാറുള്ളത്. ഇവിടുത്തെ ആഘോഷം എന്നുള്ളത് ഏതാണ്ട് ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങിയ 1930കളിൽ തുടങ്ങിയ ആഘോഷ പരിപാടികളാണ്. ഇപ്പോഴും ചില നിയന്ത്രണങ്ങളുണ്ട് കോവിഡിന് ശേഷമെങ്കിൽ പോലും ആളുകളെല്ലാം തന്നെ ഒത്തുകൂടിയിരിക്കുകയാണ് ന്യൂ ഇയർ വരവേൽക്കാനായി. കൈസേ ന്യൂ ഇയർ? The new year is so good, like I can't even imagine that the Delhi police, our army forces are celebrating it so in a way, like so much security. How you celebrate? I celebrate New Year with my family and friends over here, and I'm overwhelmed with all the security provisions which has been really taken care by our Delhi police and armed forces. And Happy New Year to all of you. Okay, same to you. സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ഇത്തരത്തിലുള്ള സുരക്ഷാ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കനത്ത തോതിലുള്ള പോലീസ് സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലും ആളുകൾക്ക് സുരക്ഷിതമായി ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുഴുവൻ ടീമും ഡൽഹി 24-ലെ മുഴുവൻ അംഗങ്ങളും ഇവിടെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. വിനീത, ന്യൂ ഇയർ എങ്ങനെയുണ്ട്? ന്യൂ ഇയർ നമ്മളും കൂടി ഇങ്ങനെ ന്യൂ ഇയറിന്റെ ഭാഗമായി ആഘോഷങ്ങളാണ്. ബലറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്, മറുവശത്ത് നല്ല തണുപ്പാണ്. നമ്മുടെ അഭിനന്ദൊക്കെ ഇങ്ങനെ ഒരു കോട്ട് കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അമ്മാതിരി തണുപ്പാണ്. അഭിനന്ദന്റെ ആദ്യ ന്യൂ ഇയർ ആണ് ഡൽഹിയിലെ. എങ്ങനെയുണ്ട് ആഘോഷം? അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ. അടിപൊളി ആയിരിക്കണം. ഭയങ്കര തണുപ്പത്ത് ഇങ്ങനെ നിൽക്കാൻ വയ്യ. അപ്പം എന്തായാലും ന്യൂ ഇയറും ഇവിടുത്തെ തമ്മിൽ എന്താ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കുറേയധികം കാര്യങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും ഇവിടെ ഡൽഹിയിൽ എത്താൻ പറ്റി. അപ്പം അടിപൊളിയായിട്ട് പോവും എന്നാണ്, എല്ലാവരുടെയും കൂടെ സെറ്റാവും. അച്യുതന്റെ എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇത്തവണ? ന്യൂ ഇയർ റെസൊല്യൂഷനെക്കാളും എനിക്ക് ഏറെ ദുഃഖം ഈ 2025 കടന്നു പോകുമ്പം എന്റെ ബാച്ചുലർ ലൈഫും കൊണ്ടാണ് പോകുന്നത്. അതൊരു വലിയ നഷ്ടമായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു പുതുവർഷത്തിൽ കിടക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് മാറ്റങ്ങൾ ജീവിതത്തിൽ വേണം, നല്ല മാറ്റങ്ങളും സന്തോഷം നിറയുന്ന നിമിഷങ്ങൾ വേണമെന്നുള്ളതാണ്. അതിനെയാണ് എല്ലാ ആഗ്രഹം. പക്ഷെ ഡൽഹിയിലേക്ക് വരുമ്പോൾ നാട്ടിലെ പോലൊരു ആഘോഷം നമുക്ക് പറ്റുന്നൊരു സ്ഥലമല്ല. പൊതുവെ നമ്മൾ ഈ ഡൽഹി ബ്ലാസ്റ്റൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടെ സുരക്ഷ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു മട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് ഡൽഹിക്ക് ഇങ്ങനെ കാണാം. അപ്പം ന്യൂ ഇയർ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല. നോക്ക് ന്യൂ ഇയർ എങ്ങനെയാണ്. ബോംബെയിലും നാസിക്കിലൊക്കെ ന്യൂ ഇയർ കണ്ടിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണേ കാണാൻ. അതെ, അത് വലിയ സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് രവി ആവർക്കർ, നാസിക്കിലത്തെ അവിടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മളിവിടെ വന്നതാ പണിക്ക് മിന്റ് റോഡ് പ്രസ്സിൽ. ഇത് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായി. ഒന്ന് ജസ്റ്റ് വന്നതാ നിങ്ങളെ കാണാൻ. ഗംഭീരാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. വിഷിംഗ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. ഡൽഹി നിവാസികളോടൊപ്പം 24 ടീമും ആഘോഷിക്കുകയാണ്. നമ്മുടെ ക്യാമറ ജിജീന്ദ്രനുണ്ട്. നമ്മുടെ ആഘോഷം ഈ ഡൽഹിക്കാരോടൊപ്പം ഇങ്ങനെ തിമിർത്ത് ആഘോഷിക്കുകയാണ് ഈ ഒരു ന്യൂ ഇയറും. അതിന്റെ എല്ലാ ആവേശത്തോടും തന്നെയാണ് ഡൽഹി. ആളുകളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. കനത്ത സുരക്ഷയിലും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും ഡൽഹിയിലില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.